May the name of the Lord be glorified. I don't have fear to stand before you, but I have fear in the word of God, which I speak to you. കുറച്ച് റെസ്റ്റ് തന്നതാ, ശ്വാസം വിടുന്നത്. ഓക്കെ, എൻ്റെ ഇന്നത്തെ വചനത്തോടുള്ള ബന്ധത്തിലുള്ള വിഷയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും നടത്തിപ്പും നമ്മളുടെ കർത്തവ്യവുമാണ്. Today's message will be surrounded around the topics of God's election and തിരഞ്ഞെടുപ്പ്, നടത്തിപ്പ്, നമ്മളുടെ കർത്തവ്യം. Election, sustenance and our duty. ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ നേരത്തെ ഇംഗ്ലീഷിൽ പറഞ്ഞ മാതിരി ചാൾസ് സ്പർജൻ പ്രിൻസ് ഓഫ് പ്രീച്ചർ എന്നറിയപ്പെടുന്ന ഒരാളാണ്. The Charles Spurgeon is known to be as a prince of the preachers. നിങ്ങൾക്കറിയായിരിക്കാം. You may know of him. ആൾ ഒരു പ്രാവശ്യം വിശ്വാസത്തിൽ തൻ്റെ ജീവിതത്തിൽ ഒരു ക്ഷീണം അനുഭവപ്പെട്ടു. He had a problem in his life of faith. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു ലേഖനം കൊടുത്തു. A friend gave him a book. അത് വിശ്വാസത്തിൽ ഉറയ്ക്കാൻ തക്കവണ്ണമുള്ളതായിരുന്നു. That was one to root him in the faith. അത് വായിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ചാൾസ് സ്പർജന് മനസ്സിലായി ഇത് താൻ എഴുതിയ ലേഖനം തന്നെയാണ്. When he started reading it itself, he understood that it was his book. അപ്പോൾ ഞാൻ പറയുന്ന വചനം നിങ്ങളെക്കാളും ഉപരി ഏറ്റവും അധികം പ്രയോജനപ്പെടുന്നതും ശോധന ചെയ്യുന്നതും എന്നെ തന്നെയാണ്. So whatever I speak today would be benefiting and examining myself through it. ചിന്തയോടുള്ള ബന്ധത്തിൽ, വിഷയത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം വായിക്കാം. So today's meditation, please turn with me to the book of Exodus, chapter 1, verses 8. അനന്തരം യോസേഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് ഇസ്രായേലിൽ ഉണ്ടായി. Now there arose a new king over Egypt who did not know Joseph. നമുക്കറിയാം ഇസ്രായേൽ ജനത്തെക്കുറിച്ചുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. We know that the people spoken about over there is the children of Israel. അവരെങ്ങനെ ഇസ്രായേലിലേക്ക് മിസ്രൈമിലേക്ക് വന്നു എന്നുള്ളത് നമുക്കറിയാം. We know how they ended up being in Egypt. 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, യാക്കോബിന്റെ കടിപ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ച ദേഹികളെല്ലാം കൂടെ 70 പേരായിരുന്നു. And in verse 5 we read all those who were descendants of Jacob were 70 persons, for Joseph was in Egypt already. അപ്പം അന്ന് യോസേഫിന്റെ കാലത്ത് അവർ വരുമ്പോൾ 70 പേരായിരുന്നു. When during the time of Joseph, the number of people who came from Israel was 70. അപ്പോൾ അവർ പരദേശികളായിട്ട് മിസ്രൈമിൽ എത്തി. They reached as pilgrims in Egypt. പക്ഷെ 7-ാം വാക്യത്തിൽ വരുമ്പോൾ എന്താ കാണുന്നത്? ഇസ്രായേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ചു, പെരുകി ബലപ്പെട്ടു, ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. But what we read in verse 7 is, but the children of Israel were fruitful and increased abundantly, multiplied and grew exceedingly mighty, and the land was filled with them. അപ്പോൾ അന്നത്തെ കാലത്ത് യോസേഫിനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഫറവോ അവിടെ ഉണ്ടായിരുന്നു. So we understand that there was a pharaoh at the time who respected Joseph. എന്നാൽ ഇപ്പോൾ വേറൊരു കാര്യം സംഭവിച്ചതാണ്. But there's something else that happened. അത് 8-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചതാണ്. And that is what we read in verse 8. യോസേഫിനെ അറിയാത്ത ഒരു രാജാവ്. A king who did not know Joseph. യോസേഫിനെ അറിയാത്തന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ്? So when we say a king who did not know Joseph, how is that? ഇങ്ങനെ തന്നെയാണ് പറയേണ്ടത്. അതായത് ദൈവം യോസേഫിലൂടെ പ്രവർത്തിച്ച നന്മകൾ, അത്ഭുതങ്ങൾ, പ്രവൃത്തികൾ ഇതൊന്നും അറിയാത്ത ഒരു രാജാവ്. It is understood that he is a king who has not experienced the blessings that were given to the people through Joseph. അപ്പം അങ്ങനെ ഒരു കാലമാണത്. It is such a time. നമുക്കറിയാം, നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്ന ഒരു കാലം. It is a time similar to ours. ബൈബിളിൽ കാലത്തിനും സമയത്തിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. There is exceedingly great importance placed on periods and time in the Bible. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ടൈമിലൊക്കെ in the time that we are today, ലോകം മൊത്തം ഒരു മഹാവ്യാധി ഉണ്ടായി. There is a great plague in the world today. പല പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ ഇങ്ങനെ പറഞ്ഞു, ലോകം ഇനി കൊറോണയ്ക്ക് മുമ്പും കൊറോണയ്ക്ക് ശേഷം ഉള്ള ഒരു കാലഘട്ടം എന്ന് വിലയിരുത്തും. Many people reckon that now would be understood to be pre-COVID and post-COVID times. ടെക്നോളജിക്ക് അത്യന്തം വർദ്ധിച്ചു. Technology greatly advanced. അതിൻ്റെ ഒരു ചെറിയ എക്സാമ്പിൾ നിങ്ങളോട് പറയുകയാണെങ്കിൽ, ഞാൻ കൊറോണയ്ക്ക് ശേഷം ബാങ്കിൽ പോയി കഴിയുമ്പോൾ ബാങ്കിലുള്ളവർ തന്നെ നമ്മളോട് പറയാണ്, നിങ്ങൾ ബാങ്കിൻ്റെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യും, ബാങ്കിൽ വരല്ലേ,
നിങ്ങൾക്ക് എല്ലാം ഈ ആപ്പിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ അവിടുത്തെ അപ്പച്ചന്മാരെ വരെ പഠിപ്പിക്കാനായിട്ട് അവർ ശ്രമിക്കുകയാണ്. To give you an example, post-COVID, even the people in the bank have given great awareness to use the apps of the bank instead of coming to the bank itself. എന്തിനാണ് ഈ ടെക്നോളജികളൊക്കെ ഇങ്ങനെ വർദ്ധിക്കുന്നത്? Why is technology advancing greatly? നമ്മുടെ ജീവിതം ഏറ്റവും സേഫും അല്ലെങ്കിൽ ഏറ്റവും സെക്യൂറും ഏറ്റവും സിമ്പിളായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. It is so that our life is simple and secure greatly. ലോകം എപ്പോഴും അങ്ങനെയാണ്. World is always such. ഞാൻ എൻ്റെ അപ്പച്ചൻ്റെ കാലഘട്ടങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുന്നു. I remember the times of my grandfather. കാരണം എൻ്റെ മമ്മിയുടെ അപ്പച്ചൻ എന്ന് പറയുന്നത് ജനിച്ചത് ചിലപ്പോൾ 50-ന് മുമ്പിലാണ്. My mother's father would have been born before the 1950s. അവരുടെ കാലത്താണ് വേൾഡ് വാർ 2 ഉണ്ടാകുന്നത്. It was during their time that the World War II took place. അപ്പോൾ അപ്പച്ചൻ്റെ സംസാര വിഷയങ്ങളിലേക്ക് വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങളുണ്ട്. When we talk with my grandfather, this is one among the topics that we talk about. അവരുടെ പ്രായമായ ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയും, കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞു, ദൈവം തന്നിരിക്കുന്ന വചനത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിനെ കുറിച്ച്, അത് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇസ്രായേൽ ഒരു രാജ്യമായി. So when whatever is given in the Bible about the children of Israel has been revealed to them as Israel is a nation today. പിന്നെ അടുത്ത അവരുടെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായ ഒരു മേജർ കാര്യമാണ് 6 Day War. Another thing that happened during their lifetime was the 6-day war. അതിൽ അവർ യെരുശലേം പിടിച്ചെടുത്തു. It is during that time that Jerusalem was captured. അപ്പച്ചൻ പറയും, അവർ യെരുശലേം പിടിച്ചെടുത്തു, ഇനി അവര് അവിടെ ദേവാലയം പണിയും. So my grandfather reckoned that they have taken hold of Jerusalem. They will build a temple there. ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നമ്മുടെ അപ്പച്ചന്മാർക്ക് പോലും ഒരു വീക്ഷണം ഉണ്ടായിരുന്നു. I said all this to make you understand that even during the times of our grandparents, they had a vision of the time. അപ്പോൾ ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്ന ഈ സമയത്ത് നമുക്കറിയാം, ഇസ്രായേലിലെ യുദ്ധം തുടങ്ങി, അത് അവസാനിക്കാതെ മുന്നോട്ട് പോകുന്നു, അതിൽ ലോകരാജ്യങ്ങളിൽ വരെ പ്രതിസന്ധി ഉണ്ടാക്കുന്നു. നമ്മുടെ ഈ ഇരിക്കുന്ന ബീച്ചാട്ടം പോലും പറയും ഇസ്രായേലാണ് ഇതിന് കാരണം. ഇസ്രായേലാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. So we know that the time period that we are in right now, we are in the middle of a geopolitical tension with Israel and the other nations. And even Brother Biju will reckon that the issue is caused by Israel. കാരണം എല്ലാവരും ചൂണ്ടുവരൽ ഇസ്രായേലിലേക്ക് പോകണം. Because everyone is pointing the finger at Israel. കാരണം കർത്താവിൻ്റെ വചനം നിവൃത്തിയാവണം. Because the word of God has to be revealed. പക്ഷെ നമ്മൾ ദൈവമക്കൾ എന്ന നിലയിൽ, but as children of God, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലോകത്ത് സംഭവിക്കുന്നു. as things occur in the world, നമ്മുടെ ജീവിതത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ we need to examine our life. നമ്മൾ ചിന്തിക്കുന്നുണ്ടോ കർത്താവിൻ്റെ കാലം അടുത്തു? Do we really reckon that the time of the Lord is at hand? നമ്മൾ ദൈവത്തോട് ഏറ്റവും കൂടുതൽ ചേർന്ന് ജീവിക്കണം. That we need to live as close as possible to God. എൻ്റെ അപ്പച്ചൻ മരിച്ചുപോയി. My grandfather has passed. കർത്താവ് വരുന്നതിന് മുമ്പാണ് ഇപ്പം അപ്പച്ചൻ മരിച്ചു പോയത്. And he has passed before the second coming of our Lord. പക്ഷെ അവർ ദൈവം വരുന്നുള്ള പ്രത്യാശയോടെയാണ് ജീവിച്ചത്. But when they were in the world, they lived with the hope that our Lord Jesus Christ is soon coming. അത് തെറ്റാണോ വിചാരം? Is that wrong? ശരിയാണ്. That is right. അവര് എന്ത് പ്രത്യാശയാണ് ഉണ്ടായത്? കർത്താവിന്റെ ശിഷ്യന്മാരോട് കർത്താവ് എന്താ പറഞ്ഞത്? ഞാനിതാ വരുന്നു എന്നാണ് പറഞ്ഞത്. They had the same hope that was given to the disciples that our Lord is soon coming. ആദിമ സഭ ഉണ്ടാകുമ്പോഴും ഈ പ്രത്യാശ മുറുകെ പിടിച്ചുകൊണ്ട് അവർ ജീവിച്ചത്. And even when the first church was established, they held strong to this hope. അപ്പം നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഈ സമയത്തെയും കാലത്തെയും കാണുമ്പോൾ കർത്താവിനോട് നമ്മൾ ഏറ്റവും ചേർന്ന് ജീവിക്കേണ്ട കാലമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. So we must be aware that seeing everything that's happening around us, that it is a time to be as close as possible to God. നമ്മൾ വചനത്തിൽ വായിക്കുന്ന പോലെ ആകാശത്തിന് പെരിഞ്ഞാറയും കുക്കും മീൽപക്ഷിയും അതിന്റെ കാലം അറിയുന്നു. As we read in the scriptures, the sky and the birds and all that is in it know the time. പക്ഷെ എൻ്റെ ജനം അറിയുന്നില്ല. But my people do not know it. കർത്താവ് ഇതിനെക്കുറിച്ച് തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. Our Lord Jesus has also mentioned something in this regard. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം, the gospel according to Luke chapter 12, 54 മുതൽ 57 വരെയുള്ള വാക്യങ്ങൾ. 54 to 57. Then he also said to the multitudes, whenever you see a cloud rising out of the west, immediately you say, a shower is coming, and so it is. And when you see the south wind blow, you say, there will be hot weather, and there is.
Hypocrites, you can discern the face of the sky and of earth, but how is it you do not discern this time? കണ്ടോ അവിടെ കർത്താവ് എന്താ പറയണേ? പിന്നെയും അവൻ പുരുഷാരത്തോട് പറഞ്ഞത്, പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ പെരുമഴ വരുന്നു എന്ന് നിങ്ങൾ ഉടനെ പറയുന്നു. അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. തെക്കൻ കാറ്റ് ഊതുന്നത് കണ്ടാലോ അത്യുഷ്ണം ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അതും സംഭവിക്കുകയും ചെയ്യുന്നു. കപടഭക്തിക്കാരെ, ഭൂമിയുടെയും ആകാശത്തിന്റെയും ഭാവത്തെ വിവേചിക്കുവാൻ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ കാലത്തെ വിവേചിക്കുവാൻ അറിയാത്തത് എങ്ങനെ? ന്യായമായത് എന്തെന്ന് നിങ്ങൾ സ്വയമായി വിധിക്കാത്തതും എന്ത്? അപ്പൊ ഇവിടേക്ക് വരുമ്പോൾ നമുക്കറിയാം, നമ്മള് മൊബൈലിലെടുത്ത് ഇന്നത്തെ ക്ലൈമറ്റ് എത്രയാണ്, ചൂട് എത്രയാണ്, തണുപ്പ് എത്രയാണ്, ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നു. We can understand the weather today by just simply looking at an app in our phones. പക്ഷെ നമ്മൾക്ക് കാലത്തെ മനസ്സിലാക്കാനായിട്ട് സാധിക്കാത്ത രീതിയിൽ നമ്മുടെ ജീവിതം കടന്നു പോകുന്നു. But our life is moving ahead in a way in which we cannot discern the time. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു കാലത്താണ് ഇസ്രായേൽ ജനം ജീവിക്കുന്നത്. So let's come back to our topic, and Israel is living in such a time. അവർ പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നു. And they are going through great tribulations. പക്ഷെ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവണം. But there is an election there. അതെന്താണ് തെരഞ്ഞെടുപ്പ്? അത് പുറപ്പാട് 2:2 നമുക്ക് വായിക്കാം. The election is mentioned in chapter 2, verse 2. അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. അവൻ സൗന്ദര്യമുള്ളവൻ എന്ന് കണ്ടിട്ട് അവനെ 3 മാസം ഒളിച്ചു വെച്ചു. So the woman conceived and bore a son, and when she saw that he was a beautiful child, she hid him 3 months. അവിടെ യഹൂദന്മാരില് അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളില് ലേവി കുടുംബത്തില് ഒരു പുരുഷന് ഒരു സ്ത്രീയില് ഒരു കുഞ്ഞുണ്ടാവാണ്. Here we see the story of a man of the house of Levi who took his wife and had a son. അപ്പോ ഫറവോന്റെ വിളംബര പ്രകാരം കുഞ്ഞുങ്ങളെയൊക്കെ എറിഞ്ഞു കൊല്ലണം, നദിയിൽ എറിഞ്ഞു കൊല്ലണം എന്നുള്ളതാണ്. And as decreed by the Pharaoh, ആൺമക്കളെ, every son who was born shall be cast into the river. പക്ഷെ ഇവിടെ ഒരു കുഞ്ഞുണ്ടായി. But here we see a son is born. ആ കുഞ്ഞിന് സൗന്ദര്യമുണ്ട്. And he is a beautiful child. ആ കുഞ്ഞിനെ എറിഞ്ഞു കളയാനായിട്ട് അവർക്ക് മനസ്സ് വരുന്നില്ല. And we see them not choosing to throw away the son into the river. അവരെന്ത് ചെയ്യുന്നു? ആ കുഞ്ഞിനെ നദിയിൽ ഒഴുക്കി വിടുന്നു എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. And we see the parents leaving the child in a basket and leaving him in the river. ഓക്കെ, അപ്പൊ ആ കുഞ്ഞിനെ അങ്ങനെ അവർ ഒഴുക്കി വിടുന്നു. And have set him out on the river. ഇവിടെ മോശയാണത് എന്നുള്ളത് നമുക്കറിയാം. We know that it is Moses that we are speaking of. എന്താണ് മോശയുടെ രക്ഷയ്ക്ക് കാരണമായി തീർന്ന കാര്യം മരണത്തിൽ നിന്നുള്ള? What was the reason for the saving of Moses from death in this scenario? പറയാമോ? അത് വാക്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 2-ാം വാക്യത്തില് മോശയ്ക്ക് രക്ഷയ്ക്ക് കാരണമായി തീർന്ന കാരണം എന്താ? What is the reason, or what is the way in which Moses was saved? മോശയ്ക്ക് സൗന്ദര്യം ഉണ്ടായിരുന്നു. Moses was a beautiful child. ആ സൗന്ദര്യം ഒരു പ്രത്യേകതയുള്ള സൗന്ദര്യമാണ്. That is a particular beauty. അത് നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 7:20 കാണാൻ സാധിക്കും. And we see that in Acts chapter 7 verses 20. At this time Moses was born and was well pleasing to God, and he was brought up in his father's house for 3 months. 20 മലയാളത്തിൽ ഇങ്ങനെയാണ്. 7:20 വായിച്ചേ. ആ കാലത്ത് മോശ ജനിച്ചു, ദിവ്യസുന്ദരനായിരുന്നു. അവനെ 3 മാസം അപ്പന്റെ വീട്ടിൽ പോറ്റി. അപ്പൊ ആ കുഞ്ഞിനൊരു കാര്യം ഉണ്ടായിരുന്നു, അവന് ദിവ്യ സൗന്ദര്യമായിരുന്നു. We see that in the Malayalam translation we read it as he was exceedingly beautiful. അപ്പൊ നമുക്കറിയാം തെരഞ്ഞെടുപ്പിനോടുള്ള ബന്ധത്തിൽ ആ കുഞ്ഞിനുണ്ടായിരുന്ന ദിവ്യ സൗന്ദര്യമായിരുന്നു. And we see that the election that was in his regard was his exceeding beauty. ദൈവം ഒരിക്കലും നമ്മളെ മറന്നു കളയുന്നവനല്ല. God is not one who forsakes us. നമ്മൾ ആത്മീയമായിട്ടുള്ള വ്യതിചലനത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ താഴ്ചയിലേക്ക് കടന്നു പോകുമ്പോൾ ദൈവം ചിലരെ അയക്കും. When we backslide, God will send someone. നമ്മുടെ ഇടയിൽ നിന്ന് തന്നെയായിരിക്കും. Will be someone from our midst itself. അപ്പോൾ അവർക്ക് പ്രത്യേക ക്വാളിറ്റി ഉണ്ടാവും. They will have particular qualities. അപ്പോൾ ആ ഒരു ക്വാളിറ്റിയാണ് മോശയ്ക്ക് ഇവിടെ ഉണ്ടായിരുന്നത്. And that is one of the qualities that we see that Moses had. അപ്പോൾ അവന് ദിവ്യ സൗന്ദര്യം ഉണ്ടായിരുന്നു. ആ സൗന്ദര്യം അവനെ രക്ഷിക്കുന്നു എന്ന് മാത്രമല്ല, പിന്നീട് നമുക്ക് കാണാനറിയാം ഈ പൈതലിന്റെ സൗന്ദര്യം കണ്ടുകൊണ്ട് ഫറവോന്റെ പുത്രി അവളെ എടുക്കുന്നു എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. And we see Moses' beautiful beauty working in his favor because the daughter of Pharaoh noticed it.
നമുക്കറിയാം കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിലും ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു. And we know that even in the regard of our Lord Jesus Christ, there was an election. എന്തായിരുന്നു കർത്താവായ യേശുക്രിസ്തുവിന്റെ സൗന്ദര്യം? What was the exceeding beauty of our Lord Jesus Christ? അത് ലൂക്കോസിന്റെ സുവിശേഷം 2:40 നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. We read that in the Gospel according to Luke chapter 2 verses 40. And the child grew and became strong in spirit, filled with wisdom, and the grace of God was upon him. അപ്പോൾ അവിടെ കർത്താവിന്റെ ഗുണമാണ് പറയണത്. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവന്റെ മേലുണ്ടായിരുന്നു. അപ്പൊ ഈ പൈതലിന് ഉണ്ടായിരുന്ന കാര്യങ്ങൾ എന്താ? What is the qualities that were there in the child that is Jesus Christ? പ്രത്യേക സവിശേഷതകളാണത്. It is very particular. ഇത് കഴിഞ്ഞ ശേഷം 46 വരുമ്പോൾ ഒരു കാര്യം കാണാനായിട്ട് സാധിക്കും. 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരിക്കുന്നു. അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നത് കണ്ടു. അവന്റെ വാക്ക് കേട്ടവർക്ക് എല്ലാവർക്കും അവന്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി. And in Luke chapter 2 verses 46 and 47 we read, "Now so it was that after 3 days they found him in the temple sitting in the midst of the teachers, both listening to them and asking them questions. And all who heard him were astonished at his understanding and answers." നമ്മുടെ കുഞ്ഞുങ്ങളിലേക്കൊക്കെ നോക്കുമ്പോൾ when we look to our children, നമുക്കിത് കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ? Are we able to see the same? അതെങ്ങനെയാണ് കാണാനായിട്ട് സാധിക്കേണ്ടത്? How is it that we should see that? ഇപ്പോൾ ഞങ്ങളുടെ ചർച്ചിലൊക്കെ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. There is a meeting ongoing in our church back home. യുവത്വം വഴി തെറ്റുന്നു എന്നുള്ളതാണ്. It is about how the youth of today is going astray. ഞാനൊക്കെ ഇങ്ങനെ നിൽക്കാനായിട്ടുള്ള ഒരു കാരണം അതിൻ്റെയൊക്കെ പുറകിൽ ഒരു അപ്പച്ചൻ്റെ ദൈവഭക്തി ഉണ്ടായിരുന്നു. The reason that I stand here today, one of the reasons is the faith of a grandfather in my assembly. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് നമ്മളെ കണ്ട അവർ വളരണത്. The children of today are seeing us and growing up. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു മാതൃകയാവാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ? Is it possible for us to be an example for our children? ഉറപ്പായിട്ടും മോശ ജനിച്ചു കുഞ്ഞായിട്ട് വളരുമ്പോൾ തൻ്റെ അമ്മയുടെ കീഴിലാണ് വളരണം. ഉറപ്പായിട്ടും ന്യായപ്രമാണം ആ അമ്മ ആ കുഞ്ഞിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും. As Moses was born and grew up under his own mother, he must have learned the law that was given to the Jews. അതുകൊണ്ട് തന്നെ ദൈവത്തെ അറിഞ്ഞാണ് മോശ വളരണത്. Therefore he would have grown up knowing God. അത് മോശയുടെ ഉള്ളിലുണ്ടായിരുന്നു. And it was within him. നമ്മുടെ കുഞ്ഞുങ്ങളും വളരുമ്പോൾ ദൈവത്തെ അറിഞ്ഞ് വളരാനായിട്ട് അവർക്ക് സാധിക്കണം. And even in our children's case, when they grow, do they actually grow knowing God? അടുത്ത പോയിന്റിലേക്ക് പോവാം. Let us go to the next point. അതിനായിട്ട് പുറപ്പാട് പുസ്തകം 2:9-10 വായിക്കാം. Let us read Exodus chapter 2 verses 9 and 10. Then Pharaoh's daughter said to her, "Take this child away and nurse him for me, and I will give you your wages." So the woman took the child and nursed him. And the child grew, and she brought him to Pharaoh's daughter, and he became her son. So she called his name Moses, saying, "Because I drew him out of the water." ഓക്കെ, ഇനി ഈ പൈതൽ വളരാണ്. Now we see Moses growing up. ഇപ്പൊ ഈ പൈതൽ വളരണ എവിടെയാ? Where is Moses growing up? ഇപ്പൊ വളർന്നത് രാജകീയ സന്നദ്ധിയിലാണ്. And now we see he's growing up in the presence of the king. അവിടെ എല്ലാവിധ കാര്യങ്ങളും മോശയ്ക്ക് കിട്ടുന്നുണ്ട്. And we see him receiving all the benefits of that. അതെന്താ കിട്ടുന്നുള്ളതെന്നുള്ളതോ അല്ലെങ്കിൽ മോശയ്ക്ക് എന്ത് ലഭിച്ചു എന്നുള്ളതൊക്കെ അപ്പോസ്തല പ്രവൃത്തികൾ 7:22 നമുക്ക് കാണാനായിട്ട് സാധിക്കും. And we see in Acts of the Apostles chapter 7 verses 22 of the benefits that Moses received while growing up in the Pharaoh's palace. And Moses was learned in all the wisdom of the Egyptians and was mighty in words and deeds. മോശ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു, വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. അതായത് ലോകപ്രകാരം എന്തൊക്കെ മോശയ്ക്ക് കിട്ടുമോ അതൊക്കെ മോശയ്ക്ക് കിട്ടി. And we see Moses receiving everything that was possible to be received from the world over there. ആള് നല്ലൊരു യോദ്ധാവായിരുന്നു. We see him to be a good soldier. അപ്പൊ അങ്ങനെ മോശ വളരാണ്. And we see him to grow up in that manner. നമ്മളും ഈ ലോകത്താണ് ജീവിക്കുന്നത്. We are also living in this world.
നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ലോകത്ത് വളരുന്നു. and our children are growing in this world as well. ഈ ലോകത്തിന് ഒരു ജ്ഞാനമുണ്ട്, There is a knowledge in this world. പക്ഷേ അത് ദൈവത്തിൻ്റെ ജ്ഞാനത്തിനേക്കാളും വലുതല്ല. It is not greater than the knowledge from God. നമുക്കറിയാം മോശയുടെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മോശ ആ ജ്ഞാനത്തിലാണ് വളർന്നത്. When we look to the life of Moses, we see that he grew up in the knowledge of the world. ആ ജ്ഞാനം എന്താണ് മോശയ്ക്ക് കൊടുത്തതെന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. And we understand why that knowledge was given to Moses. മോശയ്ക്ക് ഇസ്രായേൽ ജനത്തിനെ രക്ഷിക്കണം എന്നൊക്കെ ഉണ്ട്. And we know that Moses has the desire to save the people of Israel. അത് ആക്സ് 7:25 ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവം താൻ മുഖാന്തരം അവർക്ക് രക്ഷ നൽകുമെന്ന് സഹോദരന്മാർ ഗ്രഹിക്കും എന്ന് അവൻ നിരൂപിച്ചു, എങ്കിലും അവർ ഗ്രഹിച്ചില്ല. And in verse 25 of Acts chapter 7 we read, for he supposed that his brethren would have understood that God would deliver them by his hand, but they did not understand. അതെങ്ങനെ ഗ്രഹിച്ചു എന്നുള്ളത് അറിയാനായിട്ട് 24-ാം വാക്യത്തിൽ തന്നെ പറയുന്നത് പുള്ളി ഒരാളെ അടിച്ചു കൊല്ലാണ്. And in verse 24 we see how he wished for them to understand when he struck down an Egyptian. അപ്പോൾ അത് ലോകജ്ഞാനമാണ്. That is the knowledge of the world. മോശയ്ക്ക് ഇസ്രായേൽ ജനത്തിനെ രക്ഷിക്കാനായിട്ട് തോന്നുകയാണ്, അതിന് വേണ്ടിയിട്ട് ഒരാളെ അടിച്ചു കൊല്ലുന്നു. And we know that to be the knowledge of the world when Moses wants to save the people of Israel and he kills a person for it. അത് മുഖാന്തരം എന്ത് മോശയ്ക്ക് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാം. And we know what happened to Moses as a result. സകലതും വിട്ട് മോശയ്ക്ക് മിദ്യാനിലേക്ക് ഓടിപ്പോകേണ്ട ഒരു അവസ്ഥ വരാണ്. And we see Moses being in a circumstance where he had to leave everything and flee to Midian. പക്ഷെ അത് ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവാണ്. And it turned out to be a pivotal point in his life. നമ്മുടെ കുഞ്ഞുമക്കളും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ ജ്ഞാനപരമായിട്ട് അവർക്ക് തെറ്റുകളിലേക്ക് പോകാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. And when we see our children growing up in this world, there is a huge possibility for them to go according to the ways of this world. അപ്പം അതിന് പെടാതെ ഒരു ദൈവമകനായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് ഈ ലോകത്ത് വലിയ വെല്ലുവിളി തന്നെയാണ്. And it is a great challenge for them not to go in that way and to live according to God's ways. പക്ഷെ അതിന് പുറകിൽ നമ്മൾ മാതാപിതാക്കൾക്കും അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെയും ഒരു വലിയ പ്രാർത്ഥനയുടെയും ദൈവസന്നിധിയിലും ദൈവവചനത്തോടും ഒക്കെ ചേർന്നിരിക്കേണ്ട വലിയ ആവശ്യമുണ്ട്. Behind that, there is a huge requirement for us as parents to be with God and to spend time in prayer and meditation. പിന്നീട് മോശ അവിടെ ഓടിപ്പോയിട്ട് അവിടെ ആടിനെ മേയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. And we see him fleeing Egypt, going to Midian and tending to sheep. മോശ അതിനെ രേഖപ്പെടുത്തുന്നത്, തൻ്റെ അവിടുത്തെ ലൈഫിനെ രേഖപ്പെടുത്തുന്നത്, തനിക്ക് ആദ്യമായിട്ട് ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ അവിടെ പറയണത് അന്യദേശത്ത് ഞാൻ പരദേശി. That's what Moses says in regard to this experience in Midian, that he is a pilgrim in exile. അപ്പോൾ മോശയുടെ ലോക ജീവിതമാണ് ഞാൻ ഇപ്പോൾ മൂന്നാമത്തെ പോയിന്റിൽ പറഞ്ഞത്. Now what I spoke of was the life of Moses in the world as my third point. ഓക്കെ, ഇനി ദൈവത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് വരാണ്. Now we see God's election in life of Moses. അത് മൂന്നാമത്തെ അധ്യായം മുതൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. And that we see in chapter 3. മൂന്നാമത്തെ അധ്യായം അതിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. Verse 3 to 5 of chapter 3 of Exodus. Then Moses said, I will now turn aside and see this great sight, why the bush does not burn. So when Lord saw that he had turned aside to look, God called to him from the midst of the bush and said, Moses, Moses. And he said, Here I am. Then he said, Do not draw near this place. Take your sandals off your feet, for the place where you stand is holy ground. അപ്പം മോശേനെ ദൈവം വിളിക്കാം. And we see Moses being called by God. നമ്മൾ ദൈവത്തെയൊക്കെ വിട്ട് പോയി അല്ലെങ്കിൽ പ്രതിസന്ധിയിലൊക്കെ ആയി നമ്മുടെ ജീവിതം വളരെ ക്ലേശങ്ങളിലേക്കൊക്കെ ആകുമ്പോൾ ദൈവത്തിൻ്റെ വിളി നമുക്ക് വേണ്ടി വരും. And we see even in our life, when we flee God's presence and go into persecution, we will require God's call to come back. അതൊരു പക്ഷേ വലിയൊരു തെരഞ്ഞെടുപ്പായിരിക്കും. And that would be a great election. അങ്ങനെ തെരഞ്ഞെടുത്ത് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ വിളി കേൾക്കാൻ നമ്മൾ ചെവി തുറന്നിരിക്കണം. And when we receive that call, we must hear to it. മോശ ദൈവത്തിൻ്റെ വിളി കേട്ടു. We see Moses answering God's call. മോശയോട് ദൈവം ഒരു മിഷൻ കൊടുക്കുകയാണ് കയ്യിൽ. And we see Moses being trusted with a mission. ആ മിഷൻ മോശ ഒരു കാലത്ത് ഇഷ്ടപ്പെട്ട മിഷനാണ്. And we see it is a mission that Moses desired. ഇസ്രായേൽ ജനത്തെ രക്ഷിക്കാനായിട്ടാണ്. That is to deliver the people of Israel. എന്താ പിന്നെ കാണുന്നത്? What do we see after that? ആ അധ്യായം മുഴുവൻ മോശയുടെ തിരസ്കരണമാണ് കാണുന്നത്.
And then what we see is Moses' excuses. നമ്മൾ നമ്മുടെ ജീവിതത്തിലൊക്കെ പരിശോധിക്കുക. Let us examine our own lives. ഇത്രയും പോയിന്റ് ഞാൻ പറഞ്ഞു വന്നു. I spoke of these many points. ലോകപ്രകാരമൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ When we live according to this world, നമുക്ക് ദൈവം ഒരു താലന്ത് തന്നിട്ടുണ്ട്. God has given us talents, അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. and that is our responsibility. റെസ്പോൺസിബിലിറ്റി ഷുഡ് ഹാവ് ടു ഡു. It's a responsibility that we should do, അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് പാടില്ല. and it is not one that we can ignore. അത് ചെയ്ത് നിർവഹിക്കേണ്ട കാര്യമാണ്. It is something that we need to fulfill. പക്ഷേ മോശ അത് തിരസ്കരിക്കുന്നു. And we see him ignoring that responsibility. മോശ ഇത് തിരസ്കരിച്ചൊക്കെ ശേഷം കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം അവിടെ ഒരു കാര്യം കാണുന്നുണ്ട്. ദൈവത്തിന്റെ കോപം ജ്വലിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. And we see God's wrath is coming up when Moses is rejecting this mission. നമുക്കറിയാം വചനത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ മരുഭൂമിയിലെ മസാനാളിനെ പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. We see the scripture reminds us that if you do receive God's call, not to harden our hearts. നമുക്കറിയാം കോളിങ്ങിനോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ദൈവം നമ്മളെ വിളിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ പല വ്യക്തികളിലേക്ക് നോക്കിയാലും അവർക്കൊക്കെ അതിനായിട്ട് അവർ എക്യുപ്ഡ് ആയിരുന്നില്ല. When we look about God's calling, many people were not equipped for that call. ഇരമ്യാവിനെ വിളിക്കുമ്പോൾ ഇരമ്യാവ് പറയണതാണ്, ഞാൻ ബാലനല്ലോ. When Jeremiah was called, he reckons that he was just a child. യെശയ്യാവിനെ വിളിക്കുമ്പോൾ നമുക്കറിയാം, യെശയ്യാവ് പറയുന്നുണ്ട് ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ. When he called Isaiah, we see that he replies with saying that he has unholy lips. അവരുടെ ഇടയിൽ ജീവിക്കുന്ന വ്യക്തി, and one who lives amidst them. പക്ഷേ ദൈവം അവർക്കൊക്കെ ഒരു മിഷൻ കൊടുക്കുന്നു. But we see God trusting them with missions. പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. And then we see what has happened in their life later. അവസാനം മോശ ഇത് ഏറ്റെടുത്തോ ഈ മിഷൻ? And do we see Moses taking up this mission? മോശ അത് ഏറ്റെടുത്തു. Moses has taken it up. മോശ അത് ഏറ്റെടുത്ത് ഭംഗിയായിട്ട് നിർവഹിച്ചു. And Moses has done it beautifully. ഇനി ഇതിലൊരു കഥയുണ്ട്. And there is a story in this. നമുക്കറിയാം മോശ ഇസ്രായേൽ ജനത്തെ നടത്തി, പക്ഷെ ഇടയ്ക്ക് ദൈവത്തോടൊന്ന് കോപിക്കുന്നൊക്കെ ഉണ്ട്. And we see Moses leading the children of Israel through the wilderness, but he has also revolted against God. ഈ പാവം മനുഷ്യന് കനാൻ ദേശം കാണാൻ പറ്റിയില്ല. And we see Moses was not able to see the land of Canaan. കനാൻ ദേശത്ത് ഇസ്രായേലെ ജനത്തെ എത്തിക്കുക എന്നുള്ളതായിരുന്നു പദ്ധതി. And his mission was to make the children of Israel reach Canaan. ശരിക്കും മോശയുടെ പാപം നിമിത്തമാണോ മോശ കനാൻ ദേശത്തേക്ക് കനാൻ ദേശം കാണാൻ തക്കണം? അല്ലെങ്കിൽ ആള് ദൂരെ നിന്ന് കണ്ടു, ആൾക്ക് അവിടെ പോകാനായിട്ട് പറ്റിയില്ല. Is it because of Moses' sin that he was not able to enter into Canaan, although he did see Canaan from a far off distance? സത്യത്തിൽ മോശ പാപം ചെയ്തു എങ്കിലും, Although Moses did sin, ഇസ്രായേൽ ജനം കാരണമാണ് മോശയ്ക്ക് അത് ചെയ്യേണ്ടി വന്നത്. it was because of the children of Israel that he had to do it. മോശ എത്ര നല്ല മനുഷ്യനായിരുന്നു എന്ന് കാണാനായിട്ട് അവിടെ ഒരു പോയിന്റ് ഉണ്ട്. മോശ ഇസ്രായേൽ ജനത്തിന്റെ മേല് ദൈവത്തിന്റെ കോപം വരുന്നുണ്ട് അവരുടെ പാപം നിമിത്തം. And we see that Moses was a righteous man, and because the wrath of God is coming on his children of Israel as well. പക്ഷെ മോശ അവർക്കും ദൈവത്തിനും, അതായത് യഹോവയ്ക്കും ജനത്തിനും നടുവിൽ മധ്യസ്ഥം വഹിക്കുന്നുണ്ടെന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. And we see Moses playing the role of a mediator between God and the children of Israel. ഈ ജനത്തെ നീ ഒടുക്കി കളയരുതെന്ന് പറയുന്നുണ്ട്. And he says, do not destroy these people. ഇവിടെ ദൈവം ഒരു ഓഫർ മോശയ്ക്ക് കൊടുക്കുന്നുണ്ട്. And we see God placing an offer to Moses. ഇവരെയൊക്കെ ഒടുക്കി കളഞ്ഞ ശേഷം നിന്നെ ഞാൻ വലിയൊരു ജാതിയാകും എന്ന് പറയുന്നത്. And he says to Moses that I will destroy these people and I will make you a great nation. നിങ്ങൾക്കറിയാം, അത് മോശയുടെ വിശ്വാസത്തിലെ ഒരു പരിശോധനയായിരുന്നു. ദൈവം അങ്ങനെ പറഞ്ഞെങ്കിലും ദൈവം അത് ആഗ്രഹിക്കണം. കാരണം ദൈവം വാഗ്ദത്തങ്ങൾക്ക് നിവൃത്തി ചെയ്യുന്നവനാണ്. Although that was said to Moses, that was a test of his faith, because God is one who honors his promises. പക്ഷെ മോശ അവിടെ വിശ്വസ്തനായിരുന്നു. And we see Moses being faithful in that scenario. ഇനി മോശയുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ മോശ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു. And when we come back to the life of Moses, he has done such things. മോശയ്ക്ക് കനാൻ ദേശം കാണാൻ പറ്റിയില്ല. He was not able to enter into Canaan. പക്ഷെ ഈ മോശയ്ക്ക് ദൈവം കൊടുത്ത വിശേഷമായിട്ടുള്ള ഫലങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് വായിക്കാം. And we can understand what was the fruits that were given to Moses. Numbers 12:3.
Numbers 12:3 reads, "Now the man of Moses was very humble, more than all men who were on the face of the earth." ഇത് ദൈവത്തിൻ്റെ ഒരു കോംപ്ലിമെൻ്റാണ്. This is a compliment given to Moses from God. മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. And we see a great testimony of Moses being the most humble than all the men of the face of the earth. ദൈവം നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ആളാണ്. God is one who looks at our heart. മോശ കോപിച്ചിട്ടുണ്ട്. Moses did revolt. കോപിച്ച് ഒരാളെ കൊന്നു. He killed a man in his wrath. കോപിച്ച് പാറേനെ അടിച്ചു. He hit the rock in his wrath. പക്ഷെ ഇതൊക്കെ നടക്കുമ്പോഴും മോശനെ ദൈവം വിളിക്കുന്നത് സൗമ്യനായ മനുഷ്യൻ എന്നാണ്. Despite all of this, God calls him the most humble in the face of the earth. കാരണം തൻ്റെ ഹൃദയത്തിൽ ഒരു വിശ്വസ്തതയുണ്ടായിരുന്നു. Because there was a faithfulness in his heart. അത് കണക്റ്റഡ് ദൈവമായിട്ടായിരുന്നു. And that was connected to God. നമ്മൾ നമ്മുടെ ജീവിതത്തിലൊക്കെ എപ്പോഴും പരിശോധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ പരിശോധിക്കുന്ന ഒരു ദൈവമുണ്ട്, നമുക്ക് ദൈവമായിട്ടൊരു ബന്ധമുണ്ട്. There is something that we need to remember always, that there is a God who examines our heart and we have a connection with him. അതൊരിക്കലും ലോകം കാണുന്നത് പോലെയല്ല. And that is not one as how the world sees it. ഞാനിത് പറയാൻ കാരണം എനിക്കിതിനകത്ത് വലിയൊരു സാക്ഷ്യമുണ്ട്. I am saying this because I have a great testimony in this. കടന്നുപോയ അപകടകരമായ ഒരു അവസ്ഥയിൽ ദൈവസന്നിധിയിൽ നിന്ന് ഒരു കാര്യം പ്രാർത്ഥിച്ചപ്പോൾ ഞൊടിയുടെ നിമിഷത്തിൽ പല കാര്യങ്ങൾക്കും ദൈവം ഒരു സൊല്യൂഷൻ എനിക്ക് ഉണ്ടാക്കി തന്നതാണ്. When I went through several dangerous situations in my life, God has answered in a split second all of my prayers. അന്ന് പലരും ചിന്തിച്ചു മാത്യൂസിന് എന്താ ഇങ്ങനെ പറ്റണത്. Many people have asked why such has happened to Matthew. ഒരു പക്ഷെ മാത്യൂസിന്റെ തെറ്റുകളായിരിക്കാം എന്ന് അവർ ചിന്തിച്ചു. Many people assume that it could be the mistakes or the sins of Matthew. അല്ലെങ്കിൽ മാത്യൂസ് കാണിച്ച പണ്ടത്തരങ്ങളാണെന്ന് വിചാരിക്കും. And it could have also been assumed as one of the mistakes that Matthew took. പക്ഷെ ഈ സംഭവം നടന്ന ശേഷം എൻ്റെ സുവിശേഷകന്റെ ഭാര്യ സുവിശേഷനോട് പറഞ്ഞ വാക്കുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. But after this, I like the words of the wife of the evangelist that said to the evangelist. ആള് പറഞ്ഞു ഇങ്ങനെ മാത്യൂസിന്റെ പുറകിൽ ഒരു നീതിയുണ്ട്. What was said is there is a righteousness behind Matthew. നമ്മൾ ദൈവത്തോട് ചേർന്ന് ജീവിക്കുമ്പോൾ, ദൈവത്തിനായിട്ട് ജീവിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിലും അതീതമാണ്. When we live with God and when we live close to God, the things that God does for us is beyond our comprehension. പക്ഷെ നമ്മൾ ദൈവത്തിന് കൊടുക്കാനായിട്ട് തയ്യാറാവണം. But we must be willing to give to God. കർത്താവും പറയുന്നുണ്ട് നമുക്ക് രണ്ടുപേരെ സേവിക്കാനായിട്ട് കഴിയില്ല ഒരിക്കലും. God says in the scriptures that we are not able to serve two masters. ഏലിയാവ് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ നിങ്ങൾ ബാൽ എന്ന് രണ്ട് തോണിയിൽ കാല് വെക്കരുത്, ഒന്നല്ലെങ്കിൽ ബാൽ വിഗ്രഹത്തെ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ ദൈവത്തെ ഫോളോ ചെയ്യുക. Elijah reckons that you cannot place 2 feet on 2 boards. Either you worship Baal or you worship the true living God. നമ്മൾ ജീവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ലോകത്തിലാണ് ജീവിക്കേണ്ടത്, എങ്കിലും നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഒരിക്കലും ലോകത്തെയല്ല, ദൈവത്തെയാണ്. What we must remember is, although we are living in the world, we must follow God and not the world. ഇനി മോശനെ കുറിച്ചുള്ള അടുത്ത കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് 12:7 ഇങ്ങനെ പറയുന്നു, എൻ്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, അവൻ എൻ്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. In verse 7 of Numbers 12, we read the next compliment, which is, "Not so with my servant Moses. He is faithful in all my house." ഫെയ്ത്ത്ഫുൾ സെർവന്റ്. Faithful servant. നമ്മളെ കുറിച്ചൊക്കെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിളി അതാണ്. And this is one compliment that God wishes to give all of us. നല്ലവനും വിശ്വസ്തനുമായ ദാസൻ. That we are a good and faithful servant. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് ഡ്യൂട്രോണമിയിൽ വരുമ്പോൾ 34:12 ഇങ്ങനെ പറയുന്നു, യഹോവ അഭിമുഖമായി അറിഞ്ഞ ശ്രേഷ്ഠ പ്രവാചകൻ. We see in Deuteronomy chapter 34 verse 12 the next compliment, which reads, "And by all that mighty power and all the great terror which Moses performed in the sight of all Israel." ഓക്കെ, അപ്പം മോശനെ കുറിച്ചുള്ള ഇത്രയും കോംപ്ലിമെന്റ് നിങ്ങൾ കേട്ടു. Now we saw all the compliments that were given to Moses. ഇന്ന് നമ്മൾ മോശനെ ഒരു ഇന്റർവ്യൂവിന് വിളിക്കുകയാണ്. Now we are calling Moses for an interview. എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. And we are going to ask him a question. നമ്മൾ ഇന്നത്തെ ലോകപ്രകാരമൊക്കെ നിന്നുകൊണ്ട് മോശയോട് ചോദിക്കുകയാണ്, എൻ്റെ മോശേ, താങ്കൾക്ക് നല്ലൊരു പദവിയും ഒരു രാജപദവിയൊക്കെ കിട്ടി, അവിടെ നൈസായിട്ടൊക്കെ നിന്നിട്ട് ആ ഫറവോൻ്റെ പദവിയൊക്കെ കിട്ടി കഴിയുമ്പോൾ ആ ഇസ്രായേൽ ജനമായിട്ട് കനാൻ ദേശത്തേക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. Now for that interview, we are posing the question before Moses that while you were there in Pharaoh's palace and while you were enjoying the royalties over there,
wouldn't it have been better to just stay there, enjoy all of that, and once you became the Pharaoh, to go with the children of Israel to Canaan? അങ്ങനെ ഒരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ മോശയോട് ചോദിച്ചാൽ മോശ എന്ത് ഉത്തരം പറയുന്ന അറിയാമോ? If that interview question was posed to Moses, do you know what his response would be? ഹീബ്രു ചാപ്റ്റർ 11 വേഴ്സ് 24 and 25. ഈ ഉത്തരം പറയും മോശ. Moses will reply using Hebrews chapter 11 verses 24, which reads, "By faith Moses, when he became of age, refused to be called the son of Pharaoh's daughter." 24 and 26. 26. Esteeming the reproach of Christ greater riches than the treasures in Egypt, for he looked to the reward. വിശ്വാസത്താൽ മോശെ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. Choosing rather to suffer affliction with the people of God than to enjoy the passing pleasures of sin. അടുത്തത് അതിലും മനോഹരം. മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്നെണ്ണുകയും ചെയ്തു. Esteeming the reproach of Christ greater riches than treasures in Egypt, for he looked to the reward. മോശയ്ക്ക് അതൊക്കെയായിരുന്നു പ്രാധാന്യം. And that was what was the priority for Moses. മോശയ്ക്ക് കനാൻ ദേശം കാണാൻ പറ്റിയില്ല. Moses was not able to see Canaan, പക്ഷെ ഇസ്രായേലിലെ ശ്രേഷ്ഠ പ്രവാചകൻ എന്ന് ഇന്നും എണ്ണുന്നു. but he is still counted as the faithful servant of Israel. ഇവരൊക്കെ കണ്ടത് ഈ കനാൻ ദേശമല്ല. And what they saw is not this Canaan. നമ്മൾ കാണേണ്ടതും ഈ ദേശങ്ങളല്ല. And the Canaan that we should desire to see is not this what is there in the world today. ഈ ദേശത്തിലെ പദവികളോ അല്ലെങ്കിൽ ഈ ലോകത്ത് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളല്ല. കാരണം ഇത് സാത്താന്റെ കയ്യിലാണ്. Whatever that is there in this world is in the hands of Satan, and that's not what we should desire to see. അതാണ് ക്രിസ്തുവിനോടും പറയുന്നത്. നീ ഒന്ന് എന്നെ നമസ്കരിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിലുള്ള സർവ്വതും നിനക്ക് തരാം. And that was what was said by Satan to Christ as well. If you bow down to me, everything that is in the world will be given to you. അപ്പൊ നമുക്ക് ഈ വിശ്വാസവീരന്മാരൊക്കെ നമ്മുടെ മാതൃകയായിട്ടുണ്ട്. And now we have these fathers of faith before us. നമുക്ക് എന്ത് പറയാൻ കഴിയണം? What we must be able to say? ഹീബ്രു തന്നെ 11:3 വരുമ്പോൾ അതിലിങ്ങനെ കാണുന്നു, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. In Hebrews chapter 11 verses 3 we read, by faith we understand that the worlds were framed by the word of God, so that the things which are seen were not made of things which are visible. ഇതൊന്നും അല്ലാതെ ഇത് മതി നമുക്ക് ലോകത്ത് ജീവിക്കാനായിട്ട്. We only need the Bible to live in this world. കർത്താവ് പറഞ്ഞത് അത് തന്നെയാണ്. And that is the only thing that God has also said. ദൈവത്തിന്റെ വചനം കൊണ്ട് ജീവിക്കുന്നു. That you must live by the living word of God. അതോടൊപ്പം തന്നെ 13-16 വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്താൽ മരിച്ചു. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങിപ്പോവാൻ ഇടമുണ്ടായിരുന്നുവല്ലോ. അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. In Hebrews chapter 11 verses 13 to 16 we read, these all died in faith, not having received the promises, but having seen them afar off, were assured of them, embraced them, and confessed that they were strangers and pilgrims on the earth. For those who say such things declare plainly that they seek a homeland. And truly, if they are called to mind that country from which they had come out, or they would have had opportunity to return, but now they desire a better, that is heavenly country. Therefore God is not ashamed to be called their God, for he has prepared a city for them. നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദേശം. We have a place that has been prepared for us. അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യാശ മുറുകെ പിടിച്ചിട്ടുള്ള ജീവിതം. And a life that leads according to that heavenly hope. നമ്മുടെ അപ്പച്ചന്മാരൊക്കെ ആ പ്രത്യാശ മുറുകെ പിടിച്ച് ജീവിച്ചവരാണ്. And our forefathers lived according to that hope. നമ്മളൊക്കെ ആ പ്രത്യാശ മുറുകെ പിടിച്ച് ജീവിക്കാനായിട്ടൊന്നും നമുക്ക് കഴിയുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? Are we able to cling on to that hope in our spiritual lives? അതോ ഈ ലോകത്തിലെ ശ്രേഷ്ഠ പദവികളും ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളുമാണോ നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്? Or are we chasing after the positions that the world offers us? വിശ്വാസവീരന്മാരുടെ പട്ടിക എന്നാണ് ഹീബ്രു 11 പറയുന്നത്. The warriors of faith have been mentioned in Hebrews chapter 11. കുറച്ച് പേർക്കൊക്കെ നന്മ കിട്ടിയെന്ന് അവസാനത്തിൽ പറയുന്നുണ്ട്. And we read of the blessings that were given to some of them. പക്ഷെ കുറച്ച് പേര് അനുഭവിച്ച കഷ്ടങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. And it was also mentioned the persecutions that some suffered. നിങ്ങൾക്ക് അത് ഓൾറെഡി അറിയാം. 36 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ അത് പറയുന്നുണ്ട്. പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ്, ഇവയാലുള്ള പരീക്ഷ, കല്ലേറ്, ഈർച്ചവാളാൽ ഇറക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു,
ഉപദ്രവം കഷ്ടം സഹിച്ചു, കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. In verse 36 to 40, we read of the persecutions or the troubles that these warriors of faith encountered. ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് എന്നിട്ട് 40 വരുന്നു. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കണം. ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്നും മുൻകരുതിയിരിക്കുന്നു. And we read in verse 40, God having provided something better for us, that they should not be made perfect apart from us. നമ്മുടെ ജീവിതത്തിൽ മോശ മുഖാന്തരം ഞാനിന്ന് പഠിപ്പിച്ച കാര്യങ്ങളിൽ അല്ലെങ്കിൽ വചനത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ മോശയുടെ ജീവിതം ഇങ്ങനെയായിരുന്നു. And as we read and learned today, the life of Moses was such. നമുക്കും ഈ കാര്യങ്ങളിലൂടെ തന്നെ നമ്മുടെ ജീവിതം പരിശോധിക്കാം. Let us also examine our own lives through the life of Moses ദൈവത്തോട് കൂടുതൽ ചേർന്ന് ജീവിക്കാം. and live a lot more closer to God. പ്രോവർബ് 16:9 ഇങ്ങനെ പറയുന്നു, മനുഷ്യന്റെ ഹൃദയം തന്റെ വഴിയെ നിരൂപിക്കുന്നു, അവന്റെ കാലടികളെയോ യഹോവ ക്രമപ്പെടുത്തുന്നു. In Proverbs chapter 16 verses 9, we read, a man's heart plans his way, but the Lord directs his steps.